എന്താ ചൂടല്ലേ നമ്മുടെ നാട്ടിൽ. കേരളം വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. ചൂടിങ്ങനെ ഡെയിലി കൂടി വരികയാണ്. പത്രത്തിലൊക്കെ വായിച്ചത് ഇപ്പോൾ 38 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞു. അപ്പോൾ വേനൽക്കാലവും ആരോഗ്യം എന്നതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം. നമുക്കറിയാം, വേനൽക്കാലത്തിലെ ചൂട് അന്തരീക്ഷത്തിലെ താപനില ഉയർത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തെയും സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഈ ചൂടുകാലത്തുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതായിട്ടുണ്ട്. നിർജ്ജലീകരണം, ക്ഷീണം, അമിത വിയർപ്പ്, ഉറക്കക്കുറവ്, മലബന്ധം, മൂത്രാശയ രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, നേത്രരോഗങ്ങൾ, സൂര്യാഘാതം, മഞ്ഞപ്പിത്തം, ചിക്കൻ പോക്സ് തുടങ്ങിയവയൊക്കെയാണ് ജീവിതചര്യയും ആഹാരവും ക്രമീകരിക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് വേനൽക്കാലത്തു നിന്നും അഥവാ ചൂട് കാലത്തു നിന്നും എങ്ങനെ സംരക്ഷിക്കാം എന്ന് നോക്കാം. ആദ്യത്തെ കാര്യം, എങ്ങനെയുള്ള ആഹാരം കഴിക്കണം, എങ്ങനെയുള്ള ആഹാരം കഴിക്കരുത് എന്നതാണ്. ലളിതമായ, എളുപ്പത്തിൽ ദഹിക്കുന്ന ആഹാരം ആണ് ഏറ്റവും നല്ലത്. ഈ ലളിതമായ ആഹാരം എന്ന് പറയുമ്പോൾ പാൽക്കഞ്ഞി, പകുതി വേവിച്ച പച്ചക്കറികൾ, സലാഡ്, അതുപോലെ നല്ല വെന്ത കഞ്ഞി, അല്പം നെയ്യൊക്കെ ചേർത്ത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇത്തരത്തിലുള്ള ആഹാരത്തിലൊക്കെ ജലാംശം കൂടുതലുള്ളതുകൊണ്ട് നിർജ്ജലീകരണം തടയുകയും നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുകയും ചെയ്യും. അതുപോലെ തന്നെ തൈര്, മോര്, വെണ്ണ പോലെയുള്ള പാലുൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ സലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ മുളക് ആഡ് ചെയ്യാതെ, അതായത് എരിവ് കൂടുതലില്ലാതെ, എരിവ് ഇഞ്ചിയൊക്കെ ഒഴിവാക്കിയിട്ട് പകരം ഉള്ളി, ക്യാരറ്റ് പോലെയുള്ളതൊക്കെ നമുക്ക് സലാഡായിട്ട് ഉപയോഗിക്കാം. ഈ ജലാംശം കൂടുതലുള്ള തണ്ണീർമത്തൻ, പനന്നൊങ്ക്, നെല്ലിക്ക, വെള്ളരി, സലാഡ് വെള്ളരിയൊക്കെ അതുപോലെയുള്ള ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് നിർജ്ജലീകരണം തടയാനും ശരീരം തണുപ്പിച്ച് വയ്ക്കാനും ഒരുപാട് ഫലം ചെയ്യും. ഈ ഫ്രൂട്ട്സൊക്കെ ജ്യൂസ് ആക്കാതെ അങ്ങനെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതെന്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളത് അരിച്ചെടുക്കുമ്പോൾ അതിലൂടെ അതിലെ മുഖ്യമായ സത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അത് പഴങ്ങളായിട്ട് തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലെ വിറ്റാമിൻസ് എല്ലാം, അതിലുള്ള നാരുകളടക്കമുള്ള വിറ്റാമിൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ തടയുകയും ചെയ്യും. ദഹിക്കുവാൻ കൂടുതൽ സമയമെടുക്കുന്ന മാംസാഹാരം, അച്ചാറ് പോലെ എരിവും പുളിയും ഉപ്പും ഒക്കെ കൂടുതലുള്ള ആഹാരം, മൈദ അടങ്ങിയ ആഹാരം, ബേക്കറി ഫുഡ്, ഈ കൊഴുപ്പ് കൂടുതലടങ്ങിയ ആഹാരം ഒക്കെ കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്ത് കുടിക്കണം, എന്ത് കുടിക്കരുത് എന്നതാണ്. നമുക്ക് ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് തിളപ്പിച്ചാറിയ ശുദ്ധജലം കുടിക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഡീഹൈഡ്രേഷൻ തടയാൻ വേണ്ടി തന്നെയാണ്. ജീരകം, നന്നാറി അഥവാ നറുനീണ്ടി, രാമച്ചം, ചന്ദനം, പതിമുഖം പോലെയുള്ള മരുന്നുകളെല്ലാം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് പാത്രങ്ങളിലാക്കി സൂക്ഷിച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. അതേസമയം തന്നെ ഇഞ്ചി, ചുക്ക് ഒക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നവരുണ്ട്. അത് ഈ ചൂട് കാലത്ത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇഞ്ചി, ചുക്കൊക്കെ ആണെങ്കിൽ ശരീരം ചൂട് കൂട്ടുകയാണ് ചെയ്യുന്നത്. പറ്റുന്നത് പോലെ നാരങ്ങ വെള്ളം, എരിവും ഉപ്പും പുളിയും കുറഞ്ഞ സംഭാരം, ലസ്സി, നേർപ്പിച്ച പാല്, കഞ്ഞിവെള്ളം, കൂഴ്, സർബത്ത്, ഇളനീര്, കരിമ്പ് നീര് പോലെയുള്ള പാനീയങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതേസമയം മദ്യം, കോള പോലെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഈ മധുരം കൂടുതലടങ്ങിയ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഉപ്പ് കൂടുതൽ ചേർന്ന പാനീയങ്ങൾ എല്ലാം കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഈ ഐസ് ചേർത്തതോ അല്ലെങ്കിൽ ഐസ് വെള്ളം ചേർത്തതോ ആയിട്ടുള്ള പാനീയങ്ങൾ, പിന്നെ ചായ, കാപ്പി പോലെയുള്ള പാനീയങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കുന്നതന്നെയാണ് നല്ലത്. അതുപോലെ തന്നെ ഈ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഉടനെ ഒരുപാട് വെള്ളം കുടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഐസ് വാട്ടർ, നല്ല വിയർത്ത് കുളിച്ച് വന്നിട്ട് തണുത്ത വെള്ളമൊക്കെ എടുത്ത് കുടിക്കും. അതൊരു ശരിയായ രീതിയല്ല. നമ്മുടെ ശരീരം അത്രയും ചൂടായിട്ടിരിക്കുന്ന സമയത്ത് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ അത് കൂടുതൽ ദോഷമാണ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന്. ജീവിതചര്യ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ AC, കൂളർ, ഫാനൊക്കെ നമ്മുടെ അന്തരീക്ഷത്തെ മാത്രമേ തണുപ്പിക്കുന്നുള്ളൂ, നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുന്നില്ല. നമ്മുടെ ശരീരത്തെ തണുപ്പിക്കണമെങ്കിൽ നമ്മളത് നമ്മുടെ ജീവിതചര്യയിലൂടെ തന്നെ അതിനെ തണുപ്പിച്ചെടുക്കണം. കട്ടി കുറഞ്ഞതും ഇളം നിറങ്ങളിലുള്ളതായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് രാവിലെ ഒരു 11 മണി മുതൽ 3 മണി വരെയുള്ളൊക്കെ വെയിലെന്ന് വെച്ചാൽ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ആ സമയത്തൊക്കെ കഴിവിൻ്റെ പരമാവധി പുറത്തിറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ശാരീരിക അധ്വാനം കൂടുതലുള്ള ജോലികൾ, വ്യായാമങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. കഴിവതും 2 നേരം കുളിച്ച് വസ്ത്രം മാറ്റാൻ ശ്രദ്ധിക്കുക. കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ രാമച്ചം, ഉണക്ക നെല്ലിക്ക, നാൽപ്പാമ്പരം പോലെയുള്ള മരുന്നുകളൊക്കെ ഇട്ട് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം അതിൽ കുളിക്കുന്നത് ഒരുപാട് നല്ലതാണ്.
അതേസമയം പുറത്തുനിന്നൊക്കെ നമ്മുടെ ശരീരം ഒരുപാട് ചൂടായിട്ട് വിയർത്ത് കുളിച്ച് വന്നിട്ട് ഉടനെ തന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ കഴുത്തിലോ കൈകളിലോ നടുവിലോ ഒക്കെ നീർക്കെട്ടുണ്ടാവാനും വേദന ഉണ്ടാവാനും കൂടുതൽ കാരണമാകും. എന്തൊക്കെ രീതിയിലുള്ള ചികിത്സ ചെയ്യാം എന്നതാണ് നാലാമത്തെ കാര്യം. ഏതൊരു കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ചികിത്സാ രീതികൾ സിദ്ധ, ആയുർവേദ പോലെയുള്ള ഭാരതീയ ചികിത്സാ ശാസ്ത്രങ്ങളിൽ ഉണ്ട് എന്നതാണ് സത്യം. കഷായധാര, തക്രധാര, ക്ഷീരധാര, തൈലധാര, നേത്രധാര, ഞവരക്കിഴി, ഞവര പൊതിച്ചിൽ, തല പൊതിച്ചിൽ, മുഖലേപനം, എണ്ണക്കുളി, അഭ്യംഗം തുടങ്ങി ചൂടിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാൻ ഒരുപാട് ചികിത്സാ രീതികൾ നിലവിലുണ്ട്. രോഗിയുടെ രോഗസ്വഭാവത്തിനനുസരിച്ച് പ്രത്യേകം തയ്യാറാക്കിയ കഷായം, മോര്, പാല്, എണ്ണ പോലെയുള്ള ദ്രവപദാർത്ഥങ്ങൾ ശരീരത്തിൽ മുഴുവനായോ ഭാഗികമായോ ഒഴിക്കുന്ന രീതിയാണ് ധാര. ഇത് തന്നെ നമ്മൾ തലയിൽ ചെയ്യുമ്പോൾ അത് ശിരോധാര, കണ്ണിലാണ് ചെയ്യുന്നതെങ്കിൽ അത് നേത്രധാര എന്നറിയപ്പെടുന്നു. അതുപോലെ ഞവരക്കിഴി, ഈ പാലും പ്രത്യേകം തയ്യാറാക്കിയ കഷായവും ചേർത്ത് വേവിച്ച ഞവര അരി കിഴി കെട്ടി അത് ചൂടാക്കി പാലിൻ്റെയും കഷായത്തിൻ്റെയും മിശ്രിതത്തിൽ മുക്കി ശരീരത്തിൽ തിരുമുന്ന രീതിയാണ് ഞവരക്കിഴി. ശരീരം പോഷിപ്പിക്കുവാനും ക്ഷീണം അകറ്റുവാനും ഒക്കെ വളരെ നല്ല ചികിത്സാ രീതിയാണ് ഞവരക്കിഴി. മരുന്നുകൾ അരച്ച് തലയിൽ കട്ടിയായി ലേപനം ചെയ്യുന്ന രീതിയാണ് തലപൊതിച്ചൽ. ഉറക്കമില്ലായ്മ, ടെൻഷൻ പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ ഇത്തരം ചികിത്സ വളരെ നല്ലതാണ്. ചൂട് കാരണം മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ, നിറം മാറ്റം, ചൂടുകുരു, ഫേസ് പാക്ക് അഥവാ മുഖലേപനം ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. അതായത് ശരീരം ഒരുപാട് ചൂടുള്ളവർ, എപ്പോഴും ചൂട് ശരീരമുള്ളവർ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എല്ലാ കാലത്തും അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ നിന്നും ആശ്വാസം ലഭിക്കും. ഓരോ ആളുകളുടെയും ശരീരത്തിൻ്റെ സ്വഭാവം അനുസരിച്ചും രോഗത്തിൻ്റെ സ്വഭാവം അനുസരിച്ചുമാണ് നമ്മൾ ചികിത്സ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, സ്വയം ചികിത്സ പാടില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ ഒരു അംഗീകൃത മെഡിക്കൽ പ്രാക്ടീഷണറെ കണ്ട് അദ്ദേഹത്തിൻ്റെ ശുപാർശയോട് കൂടി മാത്രം ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക.